ഇതുകൊണ്ട് ഒരു പഴയ ടൈലർ ഷോപ്പാണിത്. ഒരുപാട് വർഷങ്ങളായിട്ട് ഇതേ കണ്ടീഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് ജെൻസിൻ്റെ ഷർട്ടൊക്കെ തയ്ച്ചു കൊടുക്കുന്നതാണ്. ഇവിടെ കൊടുക്കുന്ന തുണി കൊടുത്തു കഴിഞ്ഞാൽ അവർ തയ്ച്ചത്. ഇതാണിപ്പോൾ ടൈലർ. അപ്പോൾ നാം ക്യാ? ವೆಂಕಟೇಶ್. ವೆಂಕಟೇಶ್ എന്നാണ് മൂപ്പരുടെ പേര്. ಎಷ್ಟು ವರ್ಷ ಆಗಿದೆ? 64 ವರ್ಷ. 64 ವರ್ಷ. ನಮ್ಗೆ 64 ವರ್ಷ. ನಿಮ್ಗೂ 55 ವರ್ಷ ಆಗಿದೆ. 55 ವರ್ಷ. ಅಂಗಡಿ ಅಂಗಡಿ 55 ವರ್ಷ ಆಯ್ತಾರೆ. ಮೂಪರಿಗೆ 64 ವಯಸ್ಸಾಯ್ತಾರೆ. ಆ ಸಮಯ ಮೊದಲೇ ಇದೇ ಟೈಲರ್. ഫാദർ തീരത്ത് നാം നഷ്ടം വെച്ചത്. ഫാദർ ആദ്യം ഇവിടെ ടൈലറായിരുന്നു. അതിന് ശേഷം പിന്നെ മൂപ്പര് ടൈലർ ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഇന്ന് നമ്മളുള്ളത് ഗുണ്ടൽപേട്ടയിലാണ്. ഈ ഗുണ്ടൽപേട്ട എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എന്താണ്? അത് ഇവിടുത്തെ സൂര്യകാന്തി പൂത്ത് നിൽക്കുന്ന പാടങ്ങളാണ്. ഇന്ത്യയുടെ ഫ്ലവർ ഫോർട്ട് എന്നാണ് ഈ ഗുണ്ടൽപേട്ട അറിയപ്പെടുന്നത്. അതിന് കാരണം ഇവിടുത്തെ വ്യാപകമായിട്ടുള്ള പൂക്കളുടെ കൃഷിയാണ്. നമുക്ക് ആ സൂര്യകാന്തി പാടങ്ങളൊക്കെ ഒന്ന് പോയി കാണാം. സൂര്യകാന്തി തോട്ടങ്ങളുടെ മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ കാണാം. ഇന്ന് പൂക്കളുടെ നാടായി അറിയപ്പെടുന്ന ഈ ഗുണ്ടൽപേട്ടിന് 1000 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ചരിത്രമുണ്ട്. ഒരു കാലത്ത് വിജയപുര എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം 10ാം നൂറ്റാണ്ടിലെ വിജയനാരായണ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയാണ് ഇത് വളർന്നത്. കേരളം, തമിഴ്നാട്, കർണാടക എന്നിവയെ ബന്ധിപ്പിച്ചിരുന്ന പ്രധാന വ്യാപാര പാതയായതിനാൽ ഗുണ്ടൽപേട്ട് പുരാതന കാലം മുതൽ ഒരു പ്രധാന ചന്താ നഗരമായിരുന്നു. ഇന്ന് പൂക്കളുടെയും കൃഷിയുടെയും പേരിൽ പ്രശസ്തമായ ഈ നാടിന് സമ്പന്നമായ ഒരു ചരിത്ര പാരമ്പര്യവും ഒപ്പമുണ്ട്. ഗുണ്ടൽപേട്ട എന്നുള്ള ഈ പേരിൻ്റെ ഒരു മീനിങ് ഗൂഗിളിൽ നോക്കിയപ്പോൾ കന്നഡ ഭാഷയിൽ ഗുണ്ടുലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ല് അല്ലെങ്കിൽ പാറ എന്നുള്ളൊക്കെ അർത്ഥമാണ് വരുന്നത്. അതുപോലെ തന്നെ പേട്ട എന്ന് പറയുന്നത് ചന്തേനെയാണ് കുറിക്കുന്നത്, അതായത് മാർക്കറ്റ്. അപ്പോൾ ആ ഒരു വാക്കുകളിൽ നിന്നാണ് ഈ സ്ഥലത്തിന് പേര് വന്നിട്ടുള്ളതെന്ന് പറയുന്നു. അതായത് ഇത് കേരളം, തമിഴ്നാട്, കർണാടക ഇത് മൂന്നും കൂടുന്ന ഭാഗമായതുകൊണ്ട് തന്നെ ഇവിടെ വലിയ രീതിയിൽ ചന്ത നടന്നിരുന്നു. അതിൽ നിന്നാണ് ഈ പേര് വന്നു എന്നൊക്കെ പറയുന്നു. കേരളത്തിൽ നിന്നും മൈസൂരിലേക്ക് മുതുമല ഫോറസ്റ്റ് വഴി അല്ലെങ്കിൽ വയനാട് ബന്ദിപ്പൂർ ഫോറസ്റ്റ് വഴിയൊക്കെ കുറേ ദൂരം കാട്ടിലൂടെയൊക്കെ യാത്ര ചെയ്ത് യാത്ര കാട് അവസാനിക്കുമ്പോൾ വന്നെത്തുന്നത് തന്നെ ഈ ടൗണിലാണ്. കുറേ ദൂരം കാട്ടിലുള്ള യാത്ര കഴിഞ്ഞ് ഈ ടൗണിൽ വന്ന് എത്തിച്ചേരുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇത് ഭയങ്കര തിരക്ക് പിടിച്ചൊരു ടൗണായിട്ട് നമുക്ക് തോന്നും. സത്യത്തിൽ തിരക്ക് പിടിച്ച ടൗൺ തന്നെയാണ്. അത് കാണണമെങ്കിൽ ഈ ടൗണിൻ്റെ പിന്നാമ്പുറത്തേക്കൊന്ന് പോയി നോക്കണം. ഗല്ലികളിലൂടെ ഒന്ന് പോയി നോക്കിയാൽ നമുക്കത് അറിയാൻ പറ്റും. അതിനു മുമ്പ് നമുക്കിവിടെ പരിസരത്തുള്ള ഏതെങ്കിലുമൊക്കെ ഒരു സൂര്യകാന്തി തോട്ടമൊക്കെ പോയി കണ്ടിട്ട് വരാം. അവസാനം ഞാനൊരു സൂര്യകാന്തി പാടത്തിലെത്തി. ഇത് ശരിക്കും ഇതിൻ്റെ സമയമായിട്ടില്ല. ഇനി 2 മാസം കൂടെ കഴിയുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒരു പൂർണ്ണ രൂപത്തിലേക്ക് ഇത് എത്തുന്നുള്ളൂ. ഏകദേശം 3 മാസമാണ് ഇതിൻ്റെ സമയം. ഏകദേശം ജൂലൈ, ഓഗസ്റ്റ് ഒക്കെ ആകുന്ന സമയത്ത് ഇത് ഹാർവെസ്റ്റ് ചെയ്യും. ഇതിൻ്റെ നടുക്കാണുന്ന വിത്താണ് ഇതിൻ്റെ പ്രധാന കണ്ടൻറ്റ്. അതാണ് ഇവർ തൂക്കി വിൽക്കുന്നത്. ഏകദേശം ഒരു കിലോയ്ക്ക് 70 രൂപ വെച്ച് ഒരു കിൻഡൽ 7000 രൂപ വരെ ഇത് വിൽക്കുന്നുണ്ട്. പ്രധാനമായിട്ട് സൺഫ്ലവർ ഓയിലിനാണ് ഇത് പോകുന്നത്. അത് കഴിഞ്ഞ് വേറെ കുറേ പ്രോഡക്ട്സുകളും ഇതിൽ നിന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ചെണ്ടുമല്ലി പൂക്കളൊക്കെ കൂടുതലായിട്ടും പെയിൻറ്റ് കമ്പനികളിലേക്കൊക്കെ പോകുന്നതാണ് അറിഞ്ഞത്. ഇവിടെ നിന്ന് ഇത് എടുത്ത് ഇവിടെ APMC മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് അവർ കൊടുക്കുന്നു. അവിടുന്ന് അത് പല ഭാഗത്തേക്കും പോകുന്നു, പല കമ്പനികളിലേക്കും സൺഫ്ലവർ ഓയിൽ കമ്പനികളിലേക്കൊക്കെ പോകുന്നു. ഇതിൻ്റെ പ്രധാന ഒരു വിളച്ചിലിൻ്റെ സമയത്തിലേക്ക് എത്തിയിട്ടില്ല. ഇനിയും കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നല്ല കാഴ്ച കാണാൻ പറ്റും. ഒരുപാട് റീൽസും ഒക്കെ ആ സമയത്ത് വരും. ഒരുപാട് വീഡിയോസൊക്കെ ഇതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ വരും. ഇപ്പോൾ അത് ഇതിൻ്റെ സമയമായിട്ടില്ല. പിന്നെ ഇവിടെ റോഡ് സൈഡിൽ തന്നെ തേനിൻ്റെ ഒരു സെയിൽസ് യൂണിറ്റ് കണ്ടു. അതായത് പെട്ടിത്തേന് ലൈവായിട്ട് അവിടുന്ന് തേനെടുത്ത് നമുക്ക് കുപ്പിയിൽ നിറച്ച് തരുന്നൊരു സംഭവം. ഇതിപ്പോൾ ഒരു സമീപകാലത്ത് ഇവിടെ കാണപ്പെട്ട് തുടങ്ങിയിട്ടുള്ള ഒരു കൃഷിയാണ്. ഒരുപാട് പെട്ടികൾ റോഡ് സൈഡിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അത് മൊത്തം തേനാണ്. ഇത് പെട്ടിത്തേന് മാത്രമല്ലാണ്ട് നമ്മൾ കാട്ടുതേനും ഇവിടെ കിട്ടുന്നുണ്ട്. അതായത് ഈ ചുവന്ന കുപ്പിയിലുള്ളത് ഈ പെട്ടിത്തേന്, ഈ കറുത്ത കുപ്പിയിലുള്ളത് കാട്ടുതേൻ എന്നാണ് അവർ പറഞ്ഞത്. ഏകദേശം 850 രൂപ ഇവിടുത്തെ ഓർഗാനിക് ആ തേനിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ വൈൽഡ് ആണെങ്കിൽ കുറച്ച് കൂടും, 1400 രൂപ വരെ വില വരുന്നുണ്ട്. ഏതായാലും നമ്മളിനി ടൗണിലേക്ക് പോയിട്ട് നമ്മളെ ഇന്നത്തെ വീഡിയോയുടെ പ്രധാന കണ്ടൻറ്റ് ആ പിന്നാമ്പുറ കാഴ്ചകൾ കാണാൻ വേണ്ടി പോവാം. ഗുണ്ടൽപേട്ട വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാനൊരു ചെറിയൊരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഞാൻ മുമ്പൊക്കെ ഒരു ചായപ്പൊടി കുറേ പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, നീലഗിരി എന്നുള്ള പ്രീമിയം ക്വാളിറ്റി തേയിലപ്പൊടി. ഞാൻ പിന്നെ അത് സ്റ്റോപ്പ് ചെയ്ത് മീൻസ് ഇപ്പോൾ സ്ലോ ചെയ്തു. അത്യാവശ്യം ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് ഇപ്പോഴും. പക്ഷേ ഞാനത് പരസ്യമൊന്നും ചെയ്യാറില്ലായിരുന്നു, പ്രൊമോട്ട് ചെയ്യാതെ അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. കാരണം വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ടൊരു ബ്രാൻഡിൽ
അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. കാരണം അതിൻ്റെ ഒരു രീതി ചെയ്യുമ്പോഴേ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് റേറ്റ് ഒരു 10 രൂപയെങ്കിലും 10-15 രൂപയൊക്കെ ഒരു കിലോയിൽ നമുക്ക് അവർ കുറച്ച് തരുള്ളൂ. അല്ലാതെ ഇപ്പോൾ അവർ റേറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക എന്നല്ലാതെ നമുക്ക് യാതൊരു റേറ്റ് കമ്മി അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ലൈസൻസൊക്കെ എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് ഒരു ടീ ബ്രാൻഡ്, അതായത് ഒരു ബ്ലെൻഡ് ചെയ്ത് പുതിയൊരു ബ്രാൻഡ് പ്രീമിയം ക്വാളിറ്റിയിൽ നമ്മുടെ പേരിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ സപ്പോർട്ട് വേണമെന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഞങ്ങളത് പറയാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. കടുപ്പം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നമ്മളിനി അത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇനി സപ്പോർട്ട് ചെയ്യണം. കുറേ പേര് ചായപ്പൊടി ചോദിച്ചപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഞാനപ്പോൾ ഇങ്ങനെ പല കാരണങ്ങൾ പറയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാനത് ഏകദേശം ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി തുടർന്ന് എന്നോട് സഹകരിക്കണം. നമുക്കിനി പോകാനുള്ളത് മാർക്കറ്റിലേക്കാണ്. ഇവിടെ പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ ഇതുപോലെ മാമ്പഴം ഒരുപാട് സ്ഥലത്ത് വിൽക്കുന്നുണ്ട്. പക്ഷേ പല സ്ഥലത്തും പല റേറ്റാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് അത്ര നല്ലൊരു ക്വാളിറ്റി മാമ്പഴമാണെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ മാതളുണ്ട്, അതും ഒരു ആവറേജ് ക്വാളിറ്റിയാണ്. പക്ഷേ കിലോയ്ക്ക് 100 രൂപ പറഞ്ഞത്. ഇത് വേറൊരു സ്ഥലത്ത് അതിനേക്കാളും കുറച്ച് നല്ലൊരു മാമ്പഴം കാണാൻ നല്ലൊരു മാമ്പഴമായിട്ട് തോന്നുന്നു. 1.5 കിലോ 100 രൂപയാണ്. അപ്പോൾ പല റേറ്റാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ മാർക്കറ്റുകളിൽ പോയിട്ട് സാധനം മേടിക്കുന്ന സമയത്ത് ശരിക്കും വില അന്വേഷിച്ച് വേണം മേടിക്കാൻ. ചില സ്ഥലത്ത് നല്ല ലാഭത്തിനും കിട്ടും, ചില സമയത്ത് നഷ്ടത്തിലും പോകും. ഈ ഗുണ്ടൽപേട്ട് താലൂക്കിൽ തന്നെ ഏകദേശം 70-70 കൂടുതൽ ഗ്രാമങ്ങളിൽ ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉപജീവനം കൃഷിയാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാർക്കറ്റാണിത്. APMC മാർക്കറ്റ് എന്ന് പറയും, അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് മാർക്കറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞ ആ ഒരു ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്ന ഒരു മാർക്കറ്റാണിത്. ഇതിപ്പോൾ ഇന്ന് ഞായറാഴ്ച ദിവസം ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ഇന്ന് കുറച്ച് ഒരു ഭാഗികമായിട്ടുള്ളൊരു ഓഫാണ്. അതിന് മുമ്പത്തെ പ്രാവശ്യം വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു, വലിയ വലിയ ലോറികളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് പരിസരത്തുള്ള എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും എല്ലാ പച്ചക്കറികളും ഈ സ്ഥലത്ത് ഇവിടേക്കാണ് വരുന്നത്. ഇവിടെ മൈസൂരിലേക്കും പോകുന്നുണ്ട്, പക്ഷേ കൂടുതലായിട്ടും ഇവിടെ ലോക്കലിൽ നിന്നുള്ളതെല്ലാം ഇവിടേക്കാണ് വരുന്നത്. ഇവിടെ നിന്ന് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഇവിടുന്ന് പോകുന്നുണ്ട്. ഇന്നിപ്പോൾ ചെറിയ ഗുഡ്സ് വണ്ടികൾ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ വലിയ ലോറികളിലൊക്കെ ലോഡ് കയറ്റിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ പറ്റും. ഇന്ന് ഞായറാഴ്ച കൊണ്ട് കുറച്ച് തിരക്ക് കുറവുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതാണ് ഇവിടുത്തെ APMC മാർക്കറ്റ്. വളരെ വിപുലമായിട്ടുള്ളൊരു മാർക്കറ്റാണ്. ഇതിൻ്റെ അപ്പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. നല്ല വെയിലായതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും നടക്കുന്നില്ല. പിന്നെ വീഡിയോ എടുക്കലും ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ അകത്തൂടെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ്. ഇവിടെ നിന്ന് എല്ലാ പച്ചക്കറികളും നമുക്ക് കിട്ടും മീൻസ് ഹോൾസെയിൽ റേറ്റിന് നമുക്ക് കിട്ടും. അത് ഈ കർഷകരിൽ നിന്ന് ഇവിടെയുള്ള ഏജൻസികൾ ലേലത്തിലാണ് ഇവരുടെ എടുക്കുന്നത്. അതിന് ശേഷം വേറൊരു വിലയിട്ട് ആ വിലക്കനുസരിച്ച് അന്നത്തെ മാർക്കറ്റിനനുസരിച്ച് പുറത്തേക്കുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുക്കുന്നു. അത് പല സ്ഥലങ്ങളിലേക്കും, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, കർണാടകയുടെ തന്നെ വിവിധ ഭാഗങ്ങളിലേക്കൊക്കെ ഇത് പോകുന്നു. അവസാനം ചെറിയൊരു വിശപ്പൊക്കെയായി അടുത്തൊരു കടയിൽ കയറി അപ്പം ഉണ്ടായിരുന്ന പുലാവോ അതും കഴിച്ച് നമ്മൾ നേരെ മാർക്കറ്റിൻ്റെ പിന്നാമ്പുറത്തേക്കാണ് പോകുന്നത്. ഗുണ്ടൽപേട്ട് എന്ന് പറയുന്നത് ആരും കാണാത്ത സ്ഥലമൊന്നുമല്ല. ഗുണ്ടൽപേട്ടൊക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടാവും ഈ വീഡിയോ കാണുന്ന നിങ്ങളായാലും. പക്ഷേ ഗുണ്ടൽപേട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരിക, ഗുണ്ടൽപേട്ട് നമ്മളെ മെയിൻ റോഡും ആ ബസ് സ്റ്റാൻഡ് കടന്ന് മൈസൂർ റോഡിലേക്ക് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നതും പിന്നെ ഏതെങ്കിലുമൊക്കെ റെസ്റ്റോറൻറ്റും അല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങളോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമുക്ക് ഓർമ്മ വരിക. പക്ഷേ ഗുണ്ടൽപേട്ടിൻ്റെ യഥാർത്ഥ ഭാഗങ്ങൾ കാണണമെങ്കിൽ നമ്മൾ ഗുണ്ടൽപേട്ടിൽ നിന്ന് ഉള്ളിലേക്കുള്ള റോഡിലൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഗുണ്ടൽപേട്ട് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. കാരണം ഒരുപാട് പഴയ കെട്ടിടങ്ങളും പഴയ രീതിയിലുള്ള ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളും ഒക്കെ കാണാൻ പറ്റും ഇതിൻ്റെ കൂടെ വന്നാൽ. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അങ്ങേ അറ്റം വരെ ഫുൾ റോഡുകളാണ്. അതായത് 4 ഭാഗത്തേക്ക് തിരിഞ്ഞു പോകുന്ന റോഡുകളുണ്ട്. എല്ലാം ഫുൾ കച്ചവടമാണ്. അതായത് ചെറിയ ചെറിയ കടകളാണ്. ഇതിനിടയിൽ ഹോൾസെയിൽ കടകളുണ്ട്, റീറ്റെയിൽ കടകളുണ്ട്. ഇതൊരു മാർക്കറ്റ് പ്ലേസ് ആണ് തന്നെ പറയാം. ഇതിനകത്തേക്ക് റോഡുകളുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വീടുകളും ഒക്കെ ഉണ്ട് ഈ ഭാഗത്തേക്ക്. ഈ റോഡ് നേരെ മെയിൻ റോഡിലേക്ക് വന്ന് ജോയിൻ്റ് ആകുന്നത്. ഇപ്പുറത്തെ റോഡ് തിരിഞ്ഞുകൊണ്ട് ഇതുപോലെ 4 കൂടുന്ന ജംഗ്ഷന് ഇതിൻ്റെ അകത്തോടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ಎಷ್ಟು ರೇಟ್ ಇರೋದಲ್ಲ? ಈರುಳ್ಳಿ ಕೆಜಿ 25. ಈರುಳ್ಳಿ ಎಷ್ಟು? ಕೆಜಿ 25. ಈ ಈರುಳ್ಳಿ ಕೆಜಿ 25. 1 kg. 1 kg. ಇದು ಬೆಳ್ಳುಳ್ಳಿ ಕೆಜಿ 150. 150. ಕೆಳಗು ಕೆಜಿ 25. 25.
പച്ചക്കറിയൊക്കെ വില കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വില ഒന്നുമില്ല. ഒരുപാട് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തക്കാളിക്ക് ഇവിടെ കിലോ 30 രൂപയാണ് റേറ്റ്. ഉള്ളിക്ക് വന്നിട്ട് 25 രൂപയാണ്. ഇത് 20, അത് ചെറിയ ഉള്ളി 20 രൂപ, ഇതിന് 25 രൂപ. വെളുത്തുള്ളി 150, 150. അതിന് വെളുത്തുള്ളിക്ക് 150 രൂപ, ഈ കിഴങ്ങിന് 25 രൂപ. അതൊക്കെയാണ് ഇവിടുത്തെ മാർക്കറ്റ് നിലവാരം. മൊത്തത്തിലുള്ള ഉള്ളി ഇവർ വന്നിട്ട് ഗ്രേഡ് ചെയ്യാണ്. അതായത് ചെറുത് ഒരു ഭാഗത്തേക്ക് മാറ്റിയിടും, വലുത് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിയിടും. വലുതിന് 25ഉം ചെറുതിന് 20 രൂപയാണ് റേറ്റ്. ഇത് ഇവിടുത്തെ മെയിൻ ബജാർ റോഡാണ്. ഗുണ്ടൽപേട്ടിൽ നിന്ന് ഗുണ്ടൽപേട്ട് വന്നു കഴിഞ്ഞാൽ ഗുണ്ടൽപേട്ടിലെ എല്ലാ മാർക്കറ്റ് സാധനങ്ങളും കിട്ടുന്ന സ്ഥലമാണ് ഈ മെയിൻ ബജാർ റോഡ്. ഈ റോഡ് താഴെ അങ്ങ് നമ്മുടെ ചാമരാജനഗർ ചാമരാജനഗറിലേക്ക് പോകുന്ന റോഡുണ്ടല്ലോ, തർക്കണാമ്പി മാർക്കറ്റിലേക്കൊക്കെ പോകുന്ന റോഡ്, മെയിൻ റോഡ്. ആ റോഡ് വലിയ പോയി ജോയിൻ്റ് ആകണം, അത്രയും നീളം ഇത് വന്നിട്ട് മാർക്കറ്റ് തന്നെയാണ്. ഇവിടെ പലവിധം കടകളാണുള്ളത്. പക്ഷേ നമ്മൾ കേരളത്തിലൊക്കെ കാണുന്ന പോലെ ഭയങ്കര മോടി പിടിപ്പിച്ച് ഡെക്കറേറ്റീവ് ആയിട്ടുള്ള കടകളൊന്നും ഉണ്ടാവില്ല. എല്ലാം സാധാരണ രീതിയിലുള്ള കടകളാണ്. ഒരു 10-50 വർഷം മുമ്പ് എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഇവിടെയൊക്കെ ഉള്ളത്. ഇപ്പോൾ നമ്മൾ കേരളത്തിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ വലിയ വലിയ മാർക്കറ്റുകൾ ഒരു 50 വർഷം പുറകോട്ട് പോയി കഴിഞ്ഞാൽ എത്തരത്തിലാണോ ഉണ്ടായിരുന്നത് അതേപോലെയാണ് ഇപ്പോഴും ഇവിടുത്തെ മാർക്കറ്റുകളൊക്കെ ഉള്ളത്. ഒരു ട്രാൻസ്പോർട്ട് രീതിയാണ് ഈ ഓട്ടോറിക്ഷ. നമ്മൾ ലോക്കൽ ബസ് ട്രാൻസ്പോർട്ട് ഉണ്ടാകും, പക്ഷേ അതിന് പുറമെ ഇതുപോലെ ഗ്രാമങ്ങളിലേക്കൊക്കെ പോകാൻ ഓട്ടോറിക്ഷയാണ് പ്രധാനപ്പെട്ട സർവീസ്. ആ ഭാഗത്ത് ഫുള്ള് മട്ടൺ ഷോപ്പുകളാണ്. ഇവിടെ കൂടുതലായിട്ട് മട്ടൺ ഉണ്ടാവുക, മട്ടൺ ആൻഡ് ചിക്കൻ കൂടുതൽ ഇവിടെ ആൾക്കാർ മട്ടനാണ് കൂടുതൽ കഴിക്കുന്നത്. അതൊക്കെ നമ്മുടെ പച്ചക്കറി ഇവിടെ നിന്ന് ഫ്രഷായിട്ട് ഇഷ്ടംപോലെ പച്ചക്കറികൾ എല്ലാ ദിവസവും കിട്ടുന്നതാണ്. ഈ ഭാഗത്തേക്ക് കണ്ടല്ലോ പഴയ കടകളാണൊക്കെ കേട്ടോ. കടകൾക്ക് നിന്നത് ഒരു ടൈലർ ഷോപ്പ് നോക്കി, പഴയ കാലത്തെ ടെക്സ്റ്റൈൽ ഷോപ്പാണത്. ഇവിടെ ഒരു ടൈലർ ഷോപ്പുണ്ട് അല്ലേ. അതിനപ്പുറത്ത് പച്ചക്കറി ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടാവും. എല്ലാ സ്ഥലത്തും പച്ചക്കറി ഷോപ്പ് ഉണ്ടാവും, പക്ഷേ പച്ചക്കറിക്ക് എന്നാലും ഇവിടെ വിലക്ക് വലിയ കുറവുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. സൈക്കിളുകളൊക്കെ കണ്ടോ. ഫ്രൂട്ട്സ് അടുക്കി വെച്ചിരിക്കുന്നുണ്ടോ വണ്ടിയിൽ ഫുള്ള്. ഇവിടെ ഒരു ടൈലർ ഷോപ്പ്. വീടുകളിലൊക്കെ ഉണ്ടാവില്ല പഴയ തയ്യൽ മെഷീനൊക്കെ, അതൊക്കെ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ എല്ലാ സ്പെയറും കിട്ടുമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അതായത് ഇൻഡസ്ട്രിയൽ വർക്കുകൾ ഒക്കെ കൂടുതൽ നടക്കുന്ന സ്ഥലങ്ങൾ, അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഏതൊരു ഗല്ലിയാണ്, നമുക്കത് അറിയില്ല. അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് പോയിട്ടൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഏരിയയിൽ മൊത്തം ഉള്ളത് ടെക്സ്റ്റൈൽസാണ്. അതായത് ടെക്സ്റ്റൈൽസും റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ചെറിയ ഷോപ്പുകളാണ് കൂടുതലായിട്ടുള്ളത്. ഇവിടെ ഒരു കട ഓഫറൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ, സാരിക്കൊക്കെ വിലക്കുറവാന്ന് തോന്നുന്നു. വിലക്കുറവാന്നല്ല, 300 രൂപ അങ്ങനെയാണ്, 350, 400 അങ്ങനെ റേറ്റ് ഇട്ട് വെച്ചിട്ട്. ഇതുകൊണ്ട് ഒരു പഴയ ടൈലർ ഷോപ്പാണിത്. ഒരുപാട് വർഷങ്ങളായിട്ട് ഇതേ കണ്ടീഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് ജെൻസിൻ്റെ ഷർട്ടൊക്കെ തയ്ച്ചു കൊടുക്കുന്നതാണ്. ഇവിടെ കൊടുന്ന് തുണി കൊടുത്തു കഴിഞ്ഞാൽ അവർ തയ്ച്ചത്. ഇതാണിപ്പോൾ ടൈലർ. അപ്പോൾ നാം ക്യാ? വെങ്കടേഷ് എന്നാണ് മൂപ്പരെ പേര്. ಎಷ್ಟು ವರ್ಷ ಆಗಿದೆ? 64 ವರ್ಷ. 64 ವರ್ಷ. ನಮ್ಗೆ 64 ವರ್ಷ. ನಿಮ್ಗೂ 55 ವರ್ಷ ಆಗಿದೆ. 55 ವರ್ಷ. ಅಂಗಡಿ ಅಂಗಡಿ 55 ವರ್ಷ ಆಯ್ತಾರೆ. ಮೂಪರಿಗೆ 64 ವಯಸ್ಸಾಯ್ತಾರೆ. ಆ ಸಮಯ ಮೊದಲೇ ಇದೇ ಟೈಲರ್. ഫാദർ തീരത്ത് നാം നഴ്സിംഗ് പോയിട്ടത്. ഫാദർ ആദ്യം ഇവിടെ ടൈലറായിരുന്നു. അതിന് ശേഷം പിന്നെ മൂപ്പര് ടൈലർ ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതുതന്നെയാണ് മൂപ്പരെ തൊഴിൽ. ഇവിടെ പഴയ രാജ്കുമാറിൻ്റെ ഫോട്ടോസൊക്കെ വെച്ചിരിക്കുന്നത്. രാജ്കുമാർ ഈ നാട്ടുകാരനാണ്. ചാമരാജനഗർ ഡിസ്ട്രിക്റ്റിൽ തന്നെ ആയിരുന്നു മൂപ്പരുണ്ടായിരുന്നത്. ഗൈസ്, ഇവിടെ വേറൊരു കട ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ യെല്ലോ കളർ ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ, ഇത് 100 വർഷമായ കടയാണ് അത്ര. അതായത് ഒരു സ്വീറ്റ് ആണ് ഇതിനുള്ളിൽ എന്ന് പറയുന്നത്. സ്വീറ്റ് കടയാണ്. ടൈലർ നമുക്ക് പറഞ്ഞു തന്നാണ്. ഏകദേശം 100 വർഷമായി എന്ന് പറയണം. അതിനുള്ളിൽ പോയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും, ഇവിടെ ആളില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ്. പിന്നെ പലചരക്ക് കടകളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടുന്ന് ഇവരുടെ അടുത്ത് നമുക്ക് ലാംഗ്വേജ് പ്രശ്നമുള്ളതുകൊണ്ട് നമുക്ക് ഇവർക്ക് ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ ഇവരെന്തെങ്കിലും തെറ്റിദ്ധരിക്കും, പെർമിഷൻ തരില്ല ആരും. ഞാൻ ഒരുപാട് കടകളിൽ കയറി പെർമിഷൻ ചോദിച്ചു. അതായത് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള പഴയ പിന്നെ കടകളുണ്ട്, ഒരുപാട് പഴയ ഉപകരണങ്ങളൊക്കെ ഉള്ള കടകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളൊരു വീഡിയോ എടുക്കട്ടെ എന്ന് അവർ പെർമിഷൻ ചോദിക്കുമ്പോൾ അവർ സമ്മതിക്കണില്ല. അവർ അവിടുന്ന് വഴക്ക് പറഞ്ഞ് നമ്മൾ ഓടിച്ചു വിടുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ വന്ന് ചില ആൾക്കാർ സമ്മതിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഇതൊരു ടൈലർ ഷോപ്പ്, ഒരു റീചാർജ് ഷോപ്പാണ്. മൊബൈൽ റീചാർജ്, മൊബൈലൊക്കെ റീചാർജ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഷോപ്പാണ്. അതായത് മൂപ്പര് നമ്പർ വാങ്ങിയിട്ട് നമ്പർ ഇതിൽ
അതായത് നമ്മൾ ഇവിടെ റീചാർജ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ കണ്ടോ ഇതൊക്കെ ഇവിടെ റീചാർജ് ചെയ്ത ആൾക്കാരുടെ നമ്പറാണ്. ആ നമ്പർ എല്ലാം ഇവിടെ നോട്ട് ചെയ്ത് വെക്കും, രജിസ്റ്റർ ചെയ്തിട്ട് പോകും. ഇത് ക്ലോത്ത് ടെക്സ്റ്റൈൽസ് ഓൾഡ് അത് പഴയ ഒരു കടയാണ് അത്ര. ഇപ്പോൾ മൂപ്പർക്ക് കച്ചവടമൊന്നും ഇല്ലാത്തതുകൊണ്ട് റീചാർജൊക്കെ ആയിട്ടിരിക്കുകയാണ്. നമ്മളെ സ്വീറ്റ് ഷോപ്പ് കാണുന്ന പോലെ കേട്ടോ. ഞാൻ അപ്പുറത്ത് പോയപ്പോൾ ഇവിടുന്ന് എല്ലാവരും നമ്മളെ പറഞ്ഞേക്കുന്നത് ഈ രാജപ്പ സ്വീറ്റ്സ്, അതായത് മിഠായിക്കട കാണിക്കാനാണ്. ഇത് വന്നിട്ട് 100 വർഷം പഴക്കമാണ് അത്ര. ഇത് എല്ലാ ദിവസവും രാവിലെ അല്ല ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ഓപ്പൺ ചെയ്യും, രാത്രി വരെ ഉണ്ടാവും. ആ സ്വീറ്റ്സ് മൊത്തം കാലിയാവും അത്ര. ഇവിടെ ഭയങ്കര ക്രൗഡാവും ഈ കട ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ പേര് നോട്ട് ചെയ്ത് വെച്ചുള്ളൂ, രാജപ്പ മിഠായിസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ ഫുൾ ആൾ വരുമെന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് ഇപ്പോൾ സമയം ആയിട്ടില്ല, ഇനി ഒരുപാട് ടൈമുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നീട് ഒരു അവസരത്തിൽ നമ്മൾ ഇതുവഴി വരുവാണെങ്കിൽ നമുക്ക് 3 മണിക്ക് ശേഷം ഗുണ്ടൽപേട്ടയ്ക്ക് വരികയാണെങ്കിൽ നമ്മൾ ഈ ബജാർ റോഡിൽ, മെയിൻ ബജാർ റോഡിൽ കയറി കുറേ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ രാജപ്പ മിഠായിസ് എന്നുള്ളൊരു സ്വീറ്റ്സ് ഷോപ്പ് ഉണ്ട്. അവിടെ വന്നാൽ നമുക്ക് സ്വീറ്റ്സ് മേടിക്കല്ലെങ്കിൽ കാണാം എങ്ങനെയാണ് സ്വീറ്റ്സ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് കാണാൻ പറ്റും. ഇവിടെ പഴയ കടകളെ കണ്ടോ, പൊളിഞ്ഞ് കിടക്കണം. ഇതിൻ്റെ അകത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വീടുകളാണ് കേട്ടോ. വീടുകൾ ഒരുപാടുണ്ട്, പക്ഷേ വീടുകളുടെ മുമ്പിൽ നമുക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം അവിടെ ലേഡീസൊക്കെ പല കോലത്തിലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അതിലൂടെ പോകുമ്പോൾ പ്രശ്നമാണ്. അതും അപരിചയത്തിൽ പോകുമ്പോൾ ചിലപ്പോൾ ഇവിടുന്ന് അടി കിട്ടാനൊക്കെ സാധ്യതയുള്ളൊരു സ്ഥലമാണ്. കാരണം അത്തരത്തിൽ ചില അലമ്പുകളൊക്കെ മുമ്പ് ഇവിടെ വന്നിരുന്ന ആൾക്കാരുണ്ടാക്കി വെച്ചതിൻ്റെ ഭാഗമായിട്ട്. എന്നാലും ഇവിടെ നല്ല റഷാണ്. ഇന്ന് സൺഡേ ആണ് കേട്ടോ. സൺഡേ ആയതുകൊണ്ടായിരിക്കാം ഇത്രയും റഷ്. എല്ലാത്ത സമയത്തും ഞാനവിടെ വന്നിട്ടുണ്ട്, അപ്പോഴും ഇതുപോലെയൊക്കെ തന്നെയാണുള്ളത്. സൺഡേ ഞായറാഴ്ച ആകുന്ന സമയത്ത് ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ പല പർച്ചേസിനും മറ്റൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരും. തുണി തരങ്ങളും മറ്റൊക്കെ മേടിക്കാനൊക്കെ ആയിട്ട് വരും. ബജാർ സ്ട്രീറ്റിലേക്കാണ് വരിക എന്നാണ് തോന്നുന്നത്. നമുക്ക് ഇവിടുത്തെ ഗല്ലിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഒന്ന് പോയി നോക്കാം. ഭയങ്കര റഷായിരിക്കും. സംഭവം ഇവിടുത്തെ ഒരു മെയിൻ ബജാർ റോഡ് ഈ ഭാഗത്താണുള്ളത്, എല്ലാ കടകളുള്ള റൂട്ട്. ഇവിടെ കടകളാണ്, പക്ഷെ കടകളില്ലാത്ത അപ്പുറത്തെ സൈഡ് കൂടെ പോകണം. അവിടെ വീടുകളുള്ള സ്ഥലം. അവിടെ നമുക്ക് അത്ര പെട്ടെന്ന് ഈസി ആയിട്ട് അങ്ങനെ പോകാൻ പറ്റില്ല. അതാണ് ഞാനിപ്പോൾ വണ്ടി എടുത്തിട്ട് ഒറ്റ റൗണ്ട് അടിക്കാൻ വിചാരിക്കുന്നു. ക്യാമറ ഒക്കെ എടുത്ത് വെച്ച് നടന്നു പോയാലേ പണി കിട്ടും. ചിലപ്പോൾ ബൈക്കാകുമ്പോൾ എസ്കേപ്പ് ആകാമല്ലോ വേഗം. ഗുണ്ടൽപേട്ടിൻ്റെ ഉള്ളിലുള്ള ഗല്ലികളാണ് ഈ കാണുന്നത്. വീടുകൾ കണ്ടോ. കുറച്ച് സ്ഥലം കാലിയുണ്ട്. ഇപ്പോഴത്തെ വീടുകളുള്ള സ്ഥലമാണ് ഇതൊക്കെ. സൈഡിലൊക്കെ കാണുന്ന എല്ലാം വീടുകളാണ്, കൊച്ചു കൊച്ചു വീടുകൾ. അങ്ങനെ ആ ഭാഗത്തേക്കും പോവും, ഈ ഭാഗത്തേക്കും പോവും, നേരെയും പോവും. ചെറിയ ചെറിയ കടകളും അവിടുത്തെ വീടുകളും ഇതൊക്കെയാണ് അവിടുത്തെ വീടുകൾ ഗല്ലിൻ്റെ ഉള്ളിൽ. ഇവിടുത്തെ ലോക്കൽ ഓട്ടോറിക്ഷ, ബാർബർ ഷോപ്പ്, ടൈലർ ഷോപ്പ്. ഈ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കണ്ടെങ്കിലേ ഉള്ളൂ. നമ്മളെന്താ ഇവിടെ വന്നതിലൂടെ ഇറങ്ങി നടന്നൊന്നും കാണാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഞാൻ ഇപ്പോൾ കുറേ ഇതിലൂടെ കറങ്ങി നടക്കണം. കുറേ അപ്പുറത്തേക്ക് പോവും, കുറേ ഇപ്പുറത്തേക്ക് പോവും. അവിടുന്ന് ആരെങ്കിലും നമ്മളെ തുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടുന്ന് വേറെ ഭാഗത്തേക്ക് വിടും. അങ്ങനെ പോകണം. ഞാൻ ഇറങ്ങി നടന്നിട്ടില്ല ഇതുവരെ. മാർക്കറ്റുള്ള സ്ഥലത്ത് മാത്രം ഞാൻ കുറച്ച് ഇറങ്ങി നടന്നേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ സ്ഥലം ഇതുപോലെ പോയി കാണുക ചെയ്തിട്ട്. കാരണം ഇവിടുന്ന് ഇവർ
നമുക്ക് ഭാഷ അറിയാത്തതിൻ്റെ പേര് നമ്മളോട് സ്നേഹത്തിലാണ് സംസാരിക്കുന്നത്, നല്ല നമ്മളെന്തെങ്കിലും ചീത്ത പറയാണെന്ന് പോലും നമുക്ക് അറിയുന്നില്ല. പിന്നെ നമ്മൾ പേടിച്ച് നിൽക്കുന്ന കണ്ടാൽ തന്നെ അവർക്ക് സംശയമാവും. പിന്നെ നമ്മളിത് എങ്ങനെയെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ട് പോകാന്നുള്ള ഐസ്ക്രീം ഐസ്ക്രീമിൻ്റെ ഷോപ്പാണ്. മതി, ഇനി അപ്പുറത്തേക്ക് കൂടെ ഒക്കെ പോകാനുണ്ട്. വേണ്ട, മതി. ഇനി ഞാൻ ഇതിലൂടെ കറങ്ങി നടന്നാൽ ഇൻഫർമേഷൻ പോകും. ഇതൊക്കെ ഇതിലൂടെ കറങ്ങി നടക്കുന്നുണ്ട് എന്താണെന്ന് ചോദിക്കുന്നത് നമ്മളെ ഒന്ന് പൊക്കിയാൽ പണിയാവും. എന്തായാലും വേണ്ട അവിടെ. ഇവിടെ ഈ മാർക്കറ്റിന്റെ ഉള്ളിൽ തന്നെ ഒരു സ്ക്വയർ ഉണ്ട്. ഇവിടെ നിന്നുള്ള ഈ ഗ്രാമപ്രദേശങ്ങളിൽ വരുന്ന വണ്ടികളൊക്കെ ഒന്ന് നിൽക്കുന്ന സ്ഥലം, അതായത് പർച്ചേസിന് വരുന്ന ആൾക്കാരുണ്ടല്ലോ, ഒന്ന് നിർത്തുന്ന ഒരു സ്ഥലം, പിന്നെ ഒരു കമ്മ്യൂണിറ്റി ഹാളുമായിട്ട് ആയിട്ടുള്ള ഒരു സ്ക്വയറാണ് ഇവിടെ. കണ്ടില്ലേ, ഈ ഭാഗത്ത് അവിടെ ഒരു പ്രൈവറ്റ് ബസ്സൊക്കെ നിൽക്കുന്നുണ്ട്. അതൊരു സ്ക്വയറാണ്. ഇതിന്റെ ചുറ്റുഭാഗം ഷോപ്പുകളുണ്ട്. ഇപ്പൊ ഇങ്ങോട്ടൊക്കെ കണ്ടില്ലേ, ഒരുപാട് പച്ചക്കറി ഷോപ്പുകളാണ് ഇവിടെ കൂടുതൽ. ഈ ഭാഗത്തേക്ക് എല്ലാം നല്ല ചൂട് പിടിച്ച കച്ചവടം നടക്കുന്ന സമയമാണ്. ഓക്കെ, ഈ ഭാഗത്തേക്കുണ്ട് കുറച്ച് കടകൾ. പിന്നെ ബസ് ഇതൊക്കെ നിൽക്കുന്നതാണല്ലോ, ഇതെല്ലാം ഓരോ വില്ലേജിലേക്ക് പോകുന്ന ബസ്സാണ്. അതിൻ്റെ കബള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ബസ്സാണ് നിൽക്കുന്നത്. പിന്നെ ഇവിടെ സൈഡിലൊക്കെ ഉണ്ടോ കടകൾ, ചെറിയ ചെറിയ ഉന്തുവണ്ടി കടകൾ ഒരുപാടുണ്ട്. അതിൻ്റെ ബാക്കിൽ ഒരു കമ്മ്യൂണിറ്റി ഹാളൊക്കെ ഉണ്ട്. ഇത് ഇവിടുത്തെ മെയിൻ ഒരു സ്ഥലമാണ്, ഇവിടുത്തെ ഒരു ജംഗ്ഷൻ. ഇവിടെ വന്നാണ് എല്ലാവരും മാർക്കറ്റിലേക്ക് വരുന്ന ആൾക്കാരൊക്കെ അവിടെ വന്ന് നിർത്തും, വണ്ടി നിർത്തും, പർച്ചേസിന് പോകും. അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ സ്ക്വയർ. അതായത് നമ്മൾ ഗുണ്ടൽപേട്ടിൻ്റെ കുറേ ഗല്ലികളൊക്കെ കണ്ടു. സാധാരണ ഗുണ്ടൽപേട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിൻ റോഡും അതിൻ്റെ പരിസരവും ബസ് സ്റ്റാൻഡും ഇതൊക്കെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. പക്ഷേ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഇവിടുത്തെ നമുക്ക് പരിചയമായിട്ടുള്ള ഒരാളെ കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആവും കാര്യങ്ങൾ. കാരണം നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ആൾക്കാരുടെ കൂടെ നടക്കുന്ന സമയത്ത്, ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മളെ ചോദ്യം ചെയ്യും ചിലവർ. അപ്പോൾ നമ്മൾ പേടിച്ചു പോകും. അപ്പോൾ പേടിച്ചു കഴിഞ്ഞാൽ നമ്മളെന്തോ പന്തികളുള്ള മനസ്സിലേക്ക് ചിലപ്പോൾ അവർ അടിയും കിട്ടും. അതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം. ഇത് വേണ്ട, ഇവിടെ ഈ സ്ക്വയറിന് അപ്പുറത്തേക്ക് ഇനി സ്ട്രീറ്റുകൾ തന്നെയാണ് ഉള്ളത് കേട്ടോ, ഒരുപാടുണ്ട്. ഇത് ഇതിൻ്റെ ഇടയിൽ കൂടെ വീടുകളും റെസിഡൻഷ്യൽ ഏരിയ എല്ലാം കൂടെ ഉള്ളതാണ് നമുക്ക് ഇറങ്ങി സ്വതന്ത്രമായിട്ട് നടക്കാൻ പറ്റാത്തത്. എന്തായാലും ഇതാണ് ഗുണ്ടൽപേട്ടിൻ്റെ ഉൾഭാഗങ്ങൾ. ഓക്കെ, ഞാൻ ഇനി ഇവിടെ വെച്ച് വീഡിയോ നിർത്തുകയാണ്. നമുക്കിനി ഗുണ്ടൽപേട്ടിൻ്റെ ഒരുപാട് ഗ്രാമപ്രദേശങ്ങളൊക്കെ ഉണ്ട്, അങ്ങോട്ടൊക്കെ പോയിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ എന്നല്ല ഇനിയുള്ള വീഡിയോകളിൽ ഒരു ഇടവിട്ട് ഗ്യാപ്പ് വിട്ടൊക്കെ ഞാനൊക്കെ ചെയ്യാം. ഓക്കെ, ശരി, ബൈ.